ചലച്ചിത്ര സംവിധായകൻ വിനയൻ കൂടി നമുക്കൊപ്പം ചേരുന്നു. അദ്ദേഹത്തിൻ്റെ വാസ്നി ലക്ഷ്മിയും പിന്നെ ഞാനും എന്ന ചിത്രത്തിലും കരുമാടി കുട്ടൻ ഈ ചിത്രത്തിലൊക്കെ തന്നെ വളരെ നല്ല വേഷങ്ങളാണ് മീന ഗണേഷ് ചെയ്തത്. ആ, ആ, നമസ്കാരം. താങ്കൾ, എനിക്കറിയാം താങ്കളുടെ ലൊക്കേഷനിലൊക്കെ തന്നെ വളരെ സജീവമായ സാന്നിധ്യമുള്ളൊരു അഭിനേത്രിയാണ് ഇവിടെ വാങ്ങിയിരിക്കുന്നത്. താങ്കൾ ഈ അവസരത്തിൽ എന്താണ് അവരെക്കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നത്? നമസ്കാരം SKN. ഞാനിപ്പോഴാണ് അറിഞ്ഞത്. സത്യത്തില് സുഖമില്ലായിരുന്നു എന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ വളരെ വേദനയുള്ള ഒരു വിവരമാണിത്. കാരണം മറ്റൊന്നുമല്ല, ഒരു നമ്മുടെ സ്വന്തം അമ്മയോ സ്വന്തം ചേച്ചിയോ ഒക്കെ പോലെ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു അഭിനേത്രിയായിരുന്നു മീന ഗണേഷ്. വാസന്തി ലക്ഷ്മിയിലാണെങ്കിലും കരിമാടിക്കുട്ടനാണെങ്കിലും ഒക്കെ എനിക്ക് SKN പറഞ്ഞ പോലെ തന്നെ ഈ നമ്മുടെ സെറ്റിലൊരു ഒരു 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 ആർട്ടിസ്റ്റിനെ എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് വളരെ വേണ്ടപ്പെട്ട നമ്മുടെ എന്താ നമ്മോട് ചേർന്ന് നിൽക്കുന്ന ഒരു ചേച്ചിയോ ഒരു അമ്മയോ പോലെ നമ്മോട് പെരുമാറിയ ഒരു അഭിനേത്രിയായിരുന്നു. മാത്രമല്ല, നാടൻ കഥാപാത്രങ്ങൾ അതിന്റെ എല്ലാ അർത്ഥത്തിലും ഞാൻ എൻ്റെ മനസ്സിൽ ആ വാസന്തി ലക്ഷ്മി തുടങ്ങുമ്പോൾ ഉള്ള വാസന്തി എന്നുള്ള വിളിയാണ് ഇപ്പോൾ ഓർമ്മ വരുന്നത്. അത് ഈ ഈ ഒരു വിവരം കേൾക്കുമ്പോൾ അത് ആ ഒരൊറ്റ വിളിയിൽ ആ ക്യാരക്ടർ കംപ്ലീറ്റ് അന്വർത്ഥമാക്കുന്ന നാടൻ നമ്മുടെ എന്താ ശൈലിയിലുള്ള ഒരു നാടൻ കഥാപാത്രം, നാടൻ ഒരു അമ്മയുടെ എല്ലാ സ്നേഹവും അടുപ്പവും എല്ലാം ആ ഒറ്റ വിളിയിൽ നമുക്ക് കിട്ടും. അത്ര ഒരു നല്ല ആർട്ടിസ്റ്റായിരുന്നു മീന ചേച്ചി. എനിക്ക് ഒത്തിരി പേഴ്സണലായിട്ട് അത് കഴിഞ്ഞ് എനിക്ക് ഒത്തിരി പടങ്ങളിൽ അവരെ സഹകരിപ്പിക്കാൻ പറ്റിയിട്ടില്ല. എന്നാൽ പോലും വളരെ അടുപ്പം മനസ്സ് ഇപ്പോൾ എവിടെ വെച്ച് കണ്ടാലും ചേർത്ത് പിടിക്കുകയും ഭയങ്കര ബന്ധമുള്ള ഒരു ആർട്ടിസ്റ്റായിരുന്നു. വലിയ വിഷമമുണ്ട്. അതുപോലെയുള്ള എന്താ പറയുക, നമ്മുടെ ഗ്രാമത്തിന്റെ മണമുള്ള മണ്ണിന്റെ മണമുള്ള കഥാപാത്രങ്ങൾ നമുക്ക് തരുന്ന ആർട്ടിസ്റ്റുകൾ നമുക്ക് വളരെ ആവശ്യമായിരുന്നു. അടുത്ത കാലത്തായിട്ട് അങ്ങനെയുള്ള ഇപ്പോൾ ഒടുവിലിയേട്ടനാണെങ്കിലും ശങ്കരാടിച്ചേട്ടനാണെങ്കിലും അങ്ങനെയുള്ള കഥാപാത്രങ്ങളൊക്കെയാണ് നമ്മളെ വിട്ടുപോകുന്നത്. അതുപോലൊരു കഥാപാത്രമായിരുന്നു മീന ഗണേഷ്. ഓക്കെ, ചലച്ചിത്ര സംവിധായകൻ വിനയനാണ് നമ്മോട് സംസാരിച്ചത്. താങ്ക് യു ശ്രീ വിനയൻ.